ഗൈസ്, വെൽക്കം ബാക്ക് ടു ബീനമാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളും അവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതൽ, അല്ലെങ്കിൽ എന്നെ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇത്രയും കാലം എവിടെയായിരുന്നു, ഒരു റിപ്ലൈ പോലും ഇല്ല കമൻറ്റിന്, കുറേ ആയി കണ്ടിട്ട്, വന്നല്ലോ വനമാല എന്നൊക്കെ മനസ്സിൽ തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എന്ന് എനിക്കറിയാം. ഒരുപാട് കമൻസും ഞാൻ കാണാറുണ്ട്, എന്താണ് പുതിയ വീഡിയോസ് ഒന്നും ഇടാത്തത്, വീഡിയോസിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എന്നൊക്കെ. അത് കാണുമ്പോൾ നല്ല വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ പിന്നിലൊരു കാരണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാലം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ വീഡിയോ കാണാണ്ടിരുന്നപ്പോൾ എന്നെ അന്വേഷിച്ച് വന്ന അവർക്കുണ്ടായ അതേ ഒരു വിഷമം എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഞാൻ വിചാരിച്ച പോലെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ. പക്ഷെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലല്ലോ നമ്മളെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. അതെന്താണ്, അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. ആദ്യം ഇന്നത്തെ വിശേഷങ്ങൾ പറയട്ടെ. ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്. അതായത് സായുജ് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഒരു ദിവസമാണ്. അതിൻ്റെ കൂടെ നമുക്കപ്പോൾ നല്ല പണിയുള്ളൊരു ദിവസമാണ്. അപ്പോൾ രണ്ടാൾക്കും നല്ല പണിയുള്ള ദിവസം തന്നെ വേണമെങ്കിൽ പറയാം. കാരണം സായുജ് വീട്ടിലുണ്ടാകുന്ന ദിവസം ഞാൻ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. നൈതിക്കുട്ടനും ഞാനും മാത്രമാണെങ്കിൽ വല്ല തട്ടിക്കൂട്ടും വെച്ചിട്ട് ഉണ്ടാക്കാറാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കൽ മാത്രമല്ല, അതിൻ്റെ കൂടെ ചെറിയൊരു രീതിയിലുള്ള ക്ലീനിങ്ങും കൂടെ ചെയ്യാനുണ്ട്. കാരണം നാട്ടിൽ പോയി വന്നതിന് ശേഷം അങ്ങനെ വലിയൊരു ക്ലീനിങ് ഒന്നും വീടിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് ആ ഒരു ദിവസം കൂടി. ഇന്ന് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് അഗാരോൻ്റെ റോയൽ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ വെച്ചിട്ടാണ്. നമ്മളെ വീട്ടിലെ ഡീപ്പ് ക്ലീനിങ്ങിന് പറ്റിയ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അഗാരോന്റെ റോയൽ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ. ഇതിന് പലതരം അറ്റാച്ച്മെന്റ്സ് ആണ് വരുന്നത്. ഇതൊക്കെ എവിടെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാം. ഇതാണ് ഈ ഇലക്ട്രിക് സ്ക്രബ്ബറിന്റെ മെയിൻ യൂണിറ്റ്. ഇതിനകത്ത് തന്നെ പവർ ബട്ടണും ബാറ്ററി ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 സ്പീഡിലാണ് വർക്ക് ചെയ്യാൻ പറ്റുന്ന. 300 RPM 400 RPM ആണ് സ്പീഡ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളർ ലൈറ്റ് കാണുന്നതാണ് ബാറ്ററി ഇൻഡിക്കേറ്റർ. ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ള കേബിളും നമുക്ക് ഇതിന്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട്. C type USB ചാർജറാണ് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുക. ഒരു 3 to 4 hours നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആവും. അതുപോലെ തന്നെ ഒരു 90 minutes നമുക്ക്, അതായത് ഒരു 1.5 മണിക്കൂർ നമുക്ക് ഇത് വെച്ചിട്ട് ആ ഒരു ചാർജ് വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാനും പറ്റും. ഈ ഒരു അഗാരോന്റെ മെയിൻ യൂണിറ്റിനകത്ത് ഈ ഒരു സാധനത്തിന്, ഈ ഒരു ഹെഡിലേക്കാണ് നമുക്ക് ഈ ഒരു വെൽക്രോ ഹെഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ വെൽക്രോ ഹെഡിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള അറ്റാച്ച്മെന്റ്സ് കുറച്ചുണ്ട്. വെൽക്രോ ഹെഡ് ഇല്ലാതെ ചെയ്യാനുള്ളതും കുറച്ചുണ്ട്. വെൽക്രോ ഹെഡിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു ക്ലോത്ത് ബ്രഷ്, വൂളൻ ക്ലോത്ത് ബ്രഷ്, അതുപോലെ തന്നെ ഫൈബർ സ്പഞ്ച് ബ്രഷും ആണ് നമുക്ക് ഈ ഒരു വെൽക്രോ ഹെഡിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. വെൽക്രോ ഹെഡ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഏത് ബ്രഷാണോ നമുക്ക് വേണ്ടത് അത് ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്പീഡ് നമുക്ക് വേണ്ടുന്നത് ചൂസ് ചെയ്ത് നമുക്കിതിനെ വർക്ക് ചെയ്തെടുപ്പിക്കാൻ പറ്റും. ഇത് നമുക്ക് കിച്ചണിലും അതുപോലെ തന്നെ വീടിന്റെ പല പല ഏരിയകളിലും കൗണ്ടർ ടോപ്പുകളിലും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ കൗണ്ടർ ടോപ്പിൽ നിങ്ങൾക്കറിയാലോ, ഞാൻ ക്വാർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനകത്തേക്ക് സ്റ്റെയിൻ ആവുക എന്ന് പറയുന്നത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ മാനുവലി കൈവച്ച് ഉരച്ച് കളയുന്നതിന് പകരം അഗാരോന്റെ ഈ ഒരു റോയൽ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു കറയായ ഭാഗത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ലിക്വിഡും കൂടെ ഒഴിച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നാണെങ്കിൽ കുറച്ച് ലിക്വിഡും കൂടെ ഒഴിച്ചതിന് ശേഷം സ്പിൻ സ്ക്രബ്ബർ ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിന്റെ പണി അത് കൃത്യമായിട്ട് ചെയ്തോളും. നമ്മൾ കൈവച്ച് ഉരച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ഈസി ആയിട്ട് നമുക്ക് കറ ആ ഭാഗത്തുള്ളത് നീങ്ങി കിട്ടും. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഈ ഒരു സ്ക്രബ് ചെയ്തതിന് ശേഷം ആ ഒരു കറ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ യൂസ് ചെയ്ത സ്പഞ്ച് സ്ക്രബ് നമ്മളെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി അതിനെ മാറ്റി ഇതേ വെൽക്രോ ഹെഡിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു ക്ലോത്ത് ബ്രഷ് യൂസ് ചെയ്യാം. ഇത് വാട്ടർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗത്തുള്ള ബാക്കി ക്ലീനിങ് പാർട്ട് ഈ ഒരു ക്ലോത്ത് ബ്രഷ് ചെയ്തോളും. ഇതുപോലെ തന്നെ സ്പീഡ് കൺട്രോൾ ചെയ്ത് നമ്മൾ ആ ഒരു ഡിവൈസിനെ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാനുവലായി ചെയ്യേണ്ട കാര്യം നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കൗണ്ടർ ടോപ്പിൽ മാത്രമല്ല, നമ്മളെ ബാക്ക് സ്പ്ലാഷിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തെറിക്കുന്ന സ്റ്റെയിൻ ആയിക്കോട്ടെ, നമ്മളെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിൽ ഉണ്ടാവുന്ന സ്റ്റെയിനും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഈസി ആയിട്ട് കറകൾ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു മെയിൻ യൂണിറ്റിനകത്ത് വെൽക്രോ ഹെഡ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രഷുകളാണ് നമ്മളെ ലാർജ് ബ്രിട്ടിൽ ബ്രഷ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ലാർജ് ബ്രിട്ടിൽ ബ്രഷ്. അത് കൂടാണ്ട് തന്നെ സ്മോൾ ബ്രിട്ടിൽ ബ്രഷും പോയിന്റഡ് ബ്രിട്ടിൽ ബ്രഷും കൂടെ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ടോയ്ലറ്റിന്റെ ചുമരിലൊക്കെ കാണുന്ന ഇതുപോലെയുള്ള ബ്ലാക്ക് കുത്തുകുത്ത് ഉണ്ടല്ലോ, അത് ഈ ഒരു ലാർജ് ബ്രിട്ടിൽ ബ്രഷ് നമ്മൾ ഈ ഒരു മെയിൻ യൂണിറ്റിലേക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നതാണ്. ലോഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഷൻ യൂസ് ചെയ്തിട്ട്
നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈസിയാണ്. അല്ലെങ്കിൽ നമ്മുടെ വോളൊക്കെ നല്ല കറ പിടിച്ച് കിടക്കുന്നുണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് മാനുവലി ഉരച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് നമുക്ക് നന്നായി ക്ലീൻ ആവും. ഈ ഒരു ബ്രഷ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അഴുക്ക് ആ ഒരു ചെറിയ പോർഷൻ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഇതാണ് സ്മോൾ ബ്രിട്ടിൽ ബ്രഷ്. ഇത് നമ്മൾ ആ വാഷ് ബേസിൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഭാഗത്ത് യൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ച് ഈ ഒരു സ്മോൾ ബ്രിട്ടിൽ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വാഷ് ബേസിനാണ്. നല്ല എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ വരുന്ന വേറൊരു ഐറ്റമാണ് പോയിന്റഡ് ബ്രിട്ടിൽ ബ്രഷ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പൈപ്പിന് ചുറ്റുള്ളത്, അല്ലെങ്കിൽ സ്മോൾ ബ്രിട്ടിൽ ബ്രഷിനും ലാർജ് ബ്രിട്ടിൽ ബ്രഷിനും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലുള്ള അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റഡ് ബ്രിട്ടിൽ ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ പൈപ്പിന് ചുറ്റും അടിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു അഴുക്കൊക്കെ ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും പവർഫുൾ ആയിട്ടാണ് ഇതിൻ്റെ ക്ലീനിങ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോർമൽ ബ്രഷസ് യൂസ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളിൽ ഈ ഒരു പോയിന്റഡ് ബ്രിട്ടിൽ ബ്രഷ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ടൈൽസിൻ്റെ ഗ്രൗട്ട്സ് ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വാഷ് ബേസിൻ ഈ ഒരു സ്പിൻ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്ന വേറൊരു അറ്റാച്ച്മെൻ്റ് ആണ് ഈ ഒരു എക്സ്റ്റൻഷൻ ട്യൂബ്. നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഏരിയ, അല്ലെങ്കിൽ നിന്നുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. അതായത് ഈ ഒരു മെയിൻ യൂണിറ്റിലേക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ ട്യൂബ് നമ്മൾ ഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത്രയും ഹൈറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ കുനിഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്റ്റൻഷൻ ട്യൂബ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മെയിൻ യൂണിറ്റ് ഇതിനകത്തോട്ടേക്ക് ഫിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബാത്റൂമിൻ്റെ ഫ്ലോറിലോ അല്ലെങ്കിൽ നോർമൽ നമ്മളെ ടൈൽസിലോ ഒക്കെ നമുക്കിങ്ങനെ നിന്നുകൊണ്ട് കുനിഞ്ഞുകൊണ്ട് ക്ലീൻ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ നിന്നുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ നിലത്ത് കാണുന്ന ഈ ഒരു കറ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലോർ ക്ലീനറും യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്ക്രബ്ബർ ഓൺ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പണി ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കൃത്യമായി അങ്ങ് ചെയ്തോളൂ. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്ലോത്ത് ബ്രഷ് വെച്ചിട്ട് വാട്ടർ, എക്സസ് ആയിട്ടുള്ള വാട്ടർ നമുക്ക് അബ്സോർബ് ചെയ്ത് എടുക്കാനും പറ്റും. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച കറയൊക്കെ ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് മാറ്റാം. അതല്ല നമുക്ക് ടൈൽസ് അല്ല ക്ലീൻ ചെയ്യേണ്ട, ബാത്റൂം ടൈൽസ് ആണെങ്കിൽ അതിനും ബെസ്റ്റ് ഓപ്ഷനാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത് ബാത്റൂം ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം നമുക്കിങ്ങനെ കുനിഞ്ഞ് നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ അത്രയും അഴുക്ക് പിടിച്ച് കിടക്കുകയായിരുന്നു. ഞാൻ നാട്ടിൽ പോയി വന്നതിന് ശേഷം നല്ലൊരു ഡീപ്പ് ക്ലീനിങ് നമുക്ക് ബാത്റൂമിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അഗാരോൻ്റെ റോയൽ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഈ ഒരു ഡീപ്പ് ക്ലീനിങ് ഞാൻ ബാത്റൂമിലേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ബാത്റൂം ഡീപ്പ് ക്ലീനിങ് ഒക്കെ നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റി. അതുപോലെ തന്നെ വെൽക്രോ ഹെഡിലേക്കുള്ള അറ്റാച്ച്മെന്റിൽ വരുന്ന വേറൊരു ക്ലോത്ത് ബ്രഷ് ആണ് വൂളൻ ക്ലോത്ത് ബ്രഷ്. നമ്മളെ സർഫസ് പോളിഷിങ്ങിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. വുഡൻ പോളിഷിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പോളിഷ് അപ്ലൈ ചെയ്ത് ഈ ഒരു സ്പിൻ സ്ക്രബ്ബർ യൂസ് ചെയ്താൽ മാത്രം മതി. നല്ല ഫിനിഷിങ്ങിൽ അത് പോളിഷായി കിട്ടും. അടുത്തതാണ് ഈ ഒരു സ്പഞ്ച് ബ്രഷ്. ഇത് നമുക്ക് മിറേഴ്സും ഗ്ലാസ്സസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഏതെങ്കിലും ഒരു മിറർ ക്ലീനർ അല്ലെങ്കിൽ ഗ്ലാസ് ക്ലീനർ നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. നന്നായി ക്ലീൻ ആയിട്ട് കിട്ടും. അടുത്തത് ഈ ഒരു സ്റ്റിക്ക് ഓൺ ഹാങ്ങർ ആണ്. ഇത് നമുക്ക് പ്ലെയിൻ വാളിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു സ്റ്റിക്കർ നമ്മൾ പറിച്ചെടുത്തതിന് ശേഷം പ്ലെയിൻ വാളിൽ ഒട്ടിച്ചു വെക്കുക. അതിനുശേഷം ഈ ഒരു എക്സ്റ്റൻഷൻ റോഡും നമ്മുടെ മെയിൻ യൂണിറ്റ് ഒക്കെ വെച്ച് നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് അവിടെ ഹാങ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അഗാരോൻ്റെ റോയൽ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബറാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ വാങ്ങി ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് സാധിച്ചുള്ളത് കൊണ്ട് രാവിലെ തന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ പുട്ടുപൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുട്ടിന് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഗ്രീൻ പീസും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അതുപോലെ തന്നെ തലേ ദിവസം രാത്രി ചോറും കറിയൊക്കെ വെച്ചത് കൊണ്ട് കറി ബാക്കിയുണ്ട്. അതും കൊഞ്ചൻ തലയൊക്കെ ഇട്ടിട്ട് വെച്ച് നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റ പാടും ചായ വെക്കുമ്പോൾ തന്നെ ഇതങ്ങ് ചൂടാക്കാൻ വേണ്ടി വെച്ചു. ആ മണം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയാണ് പുട്ടിൻ്റെ കൂടെ മീൻകറി അല്ലാതെ ആരെങ്കിലും ഈ ഉണക്ക ഗ്രീൻ പീസ് കറി കഴിക്കുമോ എന്നുള്ളത്. അതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലോ, ഈ മീൻകറിയും വെച്ച് ഞാൻ ഇനിയിപ്പോൾ ഗ്രീൻ പീസിൻ്റെ
കറി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, കാരണം അത് ചിലവാവാൻ പോകുന്നില്ല. ഞാൻ എന്തായാലും മീൻകറിയെ കൂട്ടുള്ളൂ, സായുജും അപ്പം മീൻകറിയെ കൂട്ടുള്ളൂ. അങ്ങനെ ഞാനൊരു തീരുമാനത്തിലെത്തി, നമുക്ക് കൊഞ്ച് കറി മാത്രം മതി, ഗ്രീൻ പീസ് കറീനെ നമുക്ക് അങ്ങോട്ടേക്ക് എടുത്തു വെക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചോ എന്നറിയില്ല, എല്ലാ വീഡിയോസിലും എൻ്റെ ഇതിൽ പാൽ ചായ കുടിക്കുന്ന തന്നെയാണ് നിങ്ങൾ കാണാറുള്ളത്, എന്നാൽ ഇതിൽ കട്ടൻ ചായയാണ്. കാരണം കഴിഞ്ഞ ദിവസം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ സായുജ് എൻ്റെ അടുത്ത് ചോദിച്ചാണ് എന്തേലും മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങാമെന്നുള്ളത് പുറത്തിറങ്ങിയപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒന്നും വാങ്ങാനില്ല, ഈ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്, അതുകൊണ്ട് ഒന്നും വാങ്ങാനില്ല എന്ന് പറഞ്ഞു വിട്ട് ഓവർ കോൺഫിഡൻസിൽ നിന്ന് എനിക്ക് അന്ന് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ചായ വെക്കാൻ നോക്കുമ്പോൾ പാലില്ല. അതുപോലെ തന്നെ നൈതികുട്ടൻ ഇന്ന് ബോൺവിറ്റ് കൊടുക്കാന്നുള്ളൊരു വാഗ്ദാനം കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പാലില്ലാത്തതുകൊണ്ട് അത് രണ്ടും ക്യാൻസലായി. ഇപ്പം നിങ്ങൾ കാണുന്നത് വേവിച്ചെടുത്ത് പുറത്ത് കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ച ഗ്രീൻ പീസിന് നിൻ്റെ സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് വീണ്ടും ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുന്നതാണ്. നാളെ നമുക്ക് ഉണ്ടാക്കാമല്ലോ. ആ കൂട്ടത്തിൽ തന്നെ ഇന്ന് ഉച്ചക്കേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൈ ചെയ്യാനുള്ള മീനും ചിക്കനും എടുത്ത് പുറത്ത് വെക്കുകയാണ്. ആദ്യം ഞാൻ മീൻ മാത്രമേ എടുത്തുള്ളൂ, മീൻ മതിയോ എന്നൊന്ന് ആലോചിച്ചു. കാരണം മത്തിയാണുള്ളത്. നമ്മളെ സായുജ് കൂട്ടനെ മത്തി കൂട്ടനെ അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ഞാൻ പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പീസ് മാറ്റി വെക്കും, ഒരു പ്രാവശ്യം കൂടെ വെക്കാനോ വറക്കാനോ പൊരിക്കാനോ എന്തിനെങ്കിലും വേണ്ടിയിട്ടുള്ള കുറച്ച് ഞാൻ പീസ് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പീസ് ഉണ്ടായിരുന്നതുകൊണ്ട് സായുജിന് അത് ഫ്രൈ ആക്കി കൊടുക്കാം, നമുക്ക് മത്തിയും മതി എന്ന് വിചാരിച്ചു. പുറത്ത് നോക്കുമ്പോൾ നല്ല ക്ലൈമറ്റാണ്, ഇതേപോലെ ആയിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും. ഇടയ്ക്ക് കുറച്ച് മഴ പെയ്യും എന്നല്ലാണ്ട് ഈ കാർമേഘങ്ങൾ ഇങ്ങനെ മൂടിക്കിടക്കും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്, പക്ഷെ അസാധ്യമായിട്ടുള്ള കാറ്റും ഉണ്ടാവും കേട്ടോ. വിരിച്ചിട്ട തുണി വരെ പാറിപ്പോവും, അത്രയും ശക്തിയായിട്ടുള്ള കാറ്റാണ് ഉണ്ടാവുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, ഇന്നത്തെ വിശേഷം പോസ് ചെയ്യുക. ഇനി ഞാൻ എവിടെ പോയിരുന്നു, എന്താണ് വീഡിയോസ് ഇടാഞ്ഞെന്നുള്ള കാര്യം കൂടെ പറഞ്ഞു തരാം. എൻ്റെ കഴുത്ത് കുറച്ച് കാലം ഉളുക്കി കിടക്കുകയായിരുന്നു. അതായത് ഒരു ദിവസം ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു തുമ്മലങ്ങ് തുമ്മി. അതോടുകൂടി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വേദന നന്നായി വരാൻ തുടങ്ങി. എനിക്ക് കഴുത്തനക്കാൻ പറ്റാത്ത രീതിയിലായി, കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. 2-3 ദിവസം ഞാൻ നോക്കി വേദന പോകുമോ എന്നുള്ളത്, പക്ഷേ വേദന കൂടുക എന്നല്ലാണ്ട് ഒട്ടും കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അത്രയും ദിവസം ഗ്യാപ്പ് വന്നല്ലോ, വീഡിയോസ് എടുക്കാൻ പറ്റാണ്ട് അത്രയും ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഫിസിയോതെറാപ്പി ചെയ്യണം, എന്നാലേ ഇത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ഫിസിയോതെറാപ്പി സെഷനും അവിടെ തന്നെ അറ്റൻഡ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വന്ന് പിറ്റേന്ന് ഉച്ചയായപ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ നിന്നൊരു കോള് വരികയാണ്, പെട്ടെന്ന് നാട്ടിലേക്ക് വരണം, മെഡിക്കൽ എമർജൻസി ആണ്, അച്ഛന് ചെറിയൊരു അറ്റാക്ക്, മൈൽഡ് അറ്റാക്കാണ്. എൻ്റെ അച്ഛനല്ല, സായുജിൻ്റെ അച്ഛന് മൈൽഡ് ഒരു അറ്റാക്കാണ്. അപ്പോൾ ഇപ്പം ഹോസ്പിറ്റലിലാണ്, ICUലാണ് എന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാ സാധനങ്ങളും അടുക്കി വലിച്ചിട്ട് പെറുക്കിയെടുത്ത് ഞങ്ങൾ നാട്ടിലേക്ക് ഓടി. അതൊരു ശനിയാഴ്ചയായിരുന്നു. അങ്ങനെ നാട്ടിലൊരു 10-12 ദിവസം ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. സായുജ് ഫുൾ ലീവ് എടുത്തു. എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല. അച്ഛൻ ICUവിൽ തന്നെയായിരുന്നു 2-3 ദിവസം. അപ്പോൾ ബ്ലോക്ക് ഉണ്ട്, സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഇപ്പോൾ അച്ഛന് കുഴപ്പമില്ല, ചെറിയ പെയിനും ക്ഷീണമൊക്കെ ഉണ്ട്, പക്ഷേ റിക്കവറായി വരുന്നുണ്ട്. അങ്ങനെയാണ് അവിടെ ഒരു 10-12 ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ഗ്യാപ്പ് വീണ്ടും വന്നു. പിന്നെ നിങ്ങൾക്കറിയാലോ, തിരിച്ച് ബാംഗ്ലൂരേക്ക് വന്നാൽ നമുക്ക് ആ ബാക്ക് ടു റുട്ടീനിലേക്ക് വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പ്രത്യേകിച്ച് ഒരു കുട്ടിയെല്ലാം ഉണ്ടാവും, നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കില്ല. എൻ്റെ മോനാണെങ്കിൽ 4 വയസ്സാണ്, നട്ടപ്പിരാന്തിൻ്റെ നടുമൂർച്ചയിൽ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഒന്നും ഞാൻ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റുന്നത്. എന്നെപ്പറ്റി അന്വേഷിച്ച് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടത്തോടെയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. കാരണം നമ്മൾ കാണാതിരിക്കുമ്പോൾ 1-2-3 പേരെങ്കിലും അന്വേഷിച്ച് വന്നല്ലോ എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി തിരിച്ച് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് വരാം. ഞാനും സായുജും പുട്ടും മീൻകറിയും കൂട്ടി നന്നായി കഴിച്ചു. അതിനിടയിൽ ഞാൻ ഐതികുട്ടനും കൊടുത്തിട്ടുണ്ടായി. ആദ്യം അവനാണ് കൊടുത്തത്, എന്നിട്ടാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ റോബോട്ട് മോഡിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ കഴുകി വെച്ച പാത്രങ്ങൾ അതത് സ്ഥാനത്ത് എടുത്ത് വെക്കുക എന്നുള്ളത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അത്. പക്ഷേ ഇന്ന് അത് മറന്നുപോയി. അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകി വെക്കുകയും പാത്രങ്ങളൊക്കെ അതത് സ്ഥാനത്ത് എടുത്ത് വെക്കുകയും ചെയ്ത് അതിനുശേഷം നമ്മൾ ആ മത്തീനെയും ചിക്കനൊക്കെ നന്നായി മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചക്കേക്കുള്ള പരിപാടിയാണ്. ചോറ് വെക്കാനുണ്ട്. ചോറിൻ്റെ വെള്ളം ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്. ചോറ് സാധാരണ ഞാൻ ചെയ്യാറുള്ളത് നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. നല്ല വേവുള്ള അരിയാണെങ്കിൽ നന്നായി തിളച്ചതിന് ശേഷം അരിയിട്ട് അടച്ചു വെക്കും. അടച്ചു വെച്ച് കുറേ സമയം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേക്കും ചോറ് നല്ല അടിപൊളിയായി വെന്ത് സെറ്റായിട്ടുണ്ടാവും.
അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും മീനും ഒക്കെ ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് പാനിലൊന്നും ഇട്ട് ഫ്രൈ ചെയ്യുന്നില്ല. അതിനുശേഷം ഞാനും നൈതിക്കുട്ടനും കഴിച്ചു. കാരണം സാധിച്ചു നല്ല വലിയൊരു ലെങ്തി മീറ്റിങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത്. വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കഴിക്കുകയും ചെയ്തു. അതിനുശേഷം ചെറിയൊരു ഉറക്കവും പാസ്സാക്കി. പക്ഷേ എനിക്ക് കാല് ഭയങ്കര വേദനയുണ്ടായിരുന്നു. എന്താണ് റീസൺ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനും നൈതിക്കുട്ടൻ്റെ കൂടെ കുറച്ച് സമയം കിടന്ന് ഉറങ്ങിപ്പോയി. കുറച്ചധികം നല്ലോണം ഉറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അതിനുശേഷം സായുജൻ നൈതികുട്ടന് താഴെ പ്ലേ ഏരിയയിൽ പോയി നടക്കാനും കളിക്കാനൊക്കെ പോയതുകൊണ്ട് ഞാനൊരു കട്ടൻ ചായ ഇട്ട് കുടിച്ചു. അവർക്ക് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പാല് വാങ്ങണം എന്ന് പറയാനും രാവിലെ ഞാൻ വിട്ടുപോയിട്ടുണ്ടായി. അതുകൊണ്ട് ഇന്നും വൈകുന്നേരം കട്ടൻ ചായ തന്നെ. ഇനിയിപ്പോൾ നാളെ രാവിലെ വാങ്ങാമല്ലേ. അപ്പോൾ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആകാശം നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. ഈ ഒരു ടൈമിൽ പ്രത്യേക ഒരു ഭംഗിയാണ്. ഒരു 6-6:30 ആവാം. ഭയങ്കര കാമായിട്ട് നല്ല സ്കൈ ആയിരിക്കും. അതിനുശേഷം ചപ്പാത്തി ചുട്ടു. ചോറുണ്ടായിരുന്നെങ്കിലും പെട്ടെന്നൊരു ചപ്പാത്തി കഴിക്കാൻ ആഗ്രഹം. നല്ല മീൻകറി ഉണ്ടല്ലോ, അങ്ങനെ നല്ല എന്താ പറയുക തണുത്തൊരു ക്ലൈമറ്റാണ് പുറത്ത്. അപ്പോൾ ചൂടുള്ള ചപ്പാത്തിയും മീൻകറിയും കഴിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണല്ലോ. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടു വെച്ചു. അതിനുശേഷമാണ് കുളിക്കാനൊക്കെ പോയത്. അങ്ങനെ ചപ്പാത്തി ചുട്ടെല്ലാം കാസറോളിലേക്ക് ആക്കി. അപ്പോഴത്തേക്ക് അവർ വന്നു. പിന്നെ ഞങ്ങൾ 3 പേരും ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും എൻ്റെ ഫോണിലുള്ള ചാർജ് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായി. ചാർജ് ചെയ്യാനും ഉറങ്ങുമ്പോൾ വിട്ടുപോയിട്ടുണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത നല്ല നല്ല വിശേഷങ്ങളായിട്ട് നിങ്ങളെടുക്ക വരാം. അപ്പോൾ അതുവരെ ബൈ ബൈ.